ഹായ് ഡിയർ ഫ്രണ്ട്സ്, KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യലായിട്ടുള്ള റവ പോളയാണ്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഗസ്റ്റ് വന്നാലും എല്ലാം കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പോള റെസിപ്പിയാണിത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ചേരുവ മാത്രം കൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനും പറ്റും. അതിനും വേണ്ടി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറ് നല്ലപോലെ തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുത്ത് 2 മുട്ട എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിക്കൂടാ, ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പ് ഉണ്ടല്ലോ, അതിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്, അത് 1 ടീസ്പൂണ്. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. അതേ സ്പൂണിൽ അതിൻ്റെ പകുതി അളവിൽ ഉപ്പ്, പിന്നെ 1 മൂടി വനിലാൻ്റെ എസൻസ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലാണ്, ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 3 ടേബിൾ സ്പൂണ്. 3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് പിന്നെ അതേ സ്പൂണിൽ തന്നെ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ഒന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് റവയും അതേപോലെ അതേ കപ്പിൽ 1/2 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് എടുക്കണം. തേങ്ങ ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കിയിട്ട് എടുത്തിന്, എൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 30-40 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു പാൻ എടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വട്ടം കുറഞ്ഞ പാനാകുമ്പോൾ നല്ല ഹൈറ്റിൽ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നല്ലോണം എണ്ണയോ നെയ്യോ തടവി കൊടുത്തേ പിന്നെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. കൂടുതൽ ലൂസായിപ്പോണ്ട, അതേപോലെ തന്നെ കട്ടിയും ആയിപ്പോണ്ട, ആ ഒരു ലെവൽ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നല്ല പോലെ ടാപ്പാക്കി കൊടുക്കണം. റവ എടുക്കുമ്പോൾ വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ടാപ്പ് ചെയ്ത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ മുകളിൽ വിതറി കൊടുത്തുണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയും അതേപോലെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. പിന്നെ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബാദാം ഉണ്ടല്ലോ നീളത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് മൂടി വെക്കണം. മൂടിക്ക് എന്തെങ്കിലും ഹോൾസ് ഉണ്ടെങ്കിലുണ്ടല്ലോ അതെല്ലാം അടച്ചതിന് ശേഷം വേണം ബേക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ആവിയെല്ലാം പുറത്ത് പോയിട്ട് കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാൻ വെച്ചിട്ട് നല്ല പോലെ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഈ പോളിൻ്റെ ചട്ടി ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് തീ ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് 30 മിനിറ്റാണ് എനിക്കിടെ സമയം വേണ്ടി വന്നിട്ടുള്ളത്. 30 മിനിറ്റ് ആകുമ്പോൾ ഞാനൊന്നൊരു കത്തി വെച്ചിട്ട് കുത്തി നോക്കി, നല്ല പോലെ ഒട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കിടിലൻ റെസിപ്പിയാണ്, നല്ല മണമാണ്. എല്ലാവരെ പോലെ റവ ഉണ്ടാവുമല്ലോ, തേങ്ങാവും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇപ്പം ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. കൂടുതൽ ചേരുവയില്ല, കൂടുതൽ പണിയില്ല, ടേസ്റ്റാണെങ്കിൽ 100 ഇരട്ടി കൂടുതലുമാണ്. ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം നല്ല ചൂടുണ്ട്. ഇനി നിങ്ങൾ ചൂടാറിയ പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ചൂടോട് കൂടി മുറിച്ചിട്ട് എടുക്കുന്നത്. ചൂടോട് കൂടി മുറിക്കാനും പെട്ടെന്ന് തന്നെ പറ്റും. ഇത് നല്ല പോലെ ഒരു കേക്കിൻ്റെ പരുവത്തിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ ചങ്ങായിമാരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. ചായൻ്റെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇനി ഗസ്റ്റ് എല്ലാം വന്നെങ്കിലും പുതിയാപ്പിളാർ വന്നെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റമാണിത്. എൻ്റെ എല്ലാ ചങ്ങായിമാരും ഇന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ്.